ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ് 10 CBSE ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഓക്കെ. നമുക്കിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? റിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് റിയൽ നമ്പേഴ്സ് എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ റിയൽ നമ്പേഴ്സ് നിങ്ങൾക്കറിയാം, 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് നമ്പർ സിസ്റ്റം ഒക്കെ. അപ്പോൾ അവിടെ നമ്മൾ റിയൽ നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് റിയൽ നമ്പേഴ്സ്? റിയൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. നമുക്കറിയാം റാഷണൽ നമ്പേഴ്സിൻ്റെയും ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്ത്? റിയൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്ത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണ്. സേ ഫോർ എക്സാമ്പിൾ 3/2. ഇനി 4 നമുക്ക് എങ്ങനെ എഴുതാം? 4/1 എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് റാഷണൽ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ 0.36 എന്താ? റാഷണൽ നമ്പറാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. √2, π, ഇതൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. √5 ഇവയൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെയും ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും ഒരു കോമ്പിനേഷൻ നമ്മൾ എന്തെന്ന് പറയുന്നു? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നു. റിയൽ നമ്പേഴ്സിനെ ആക്ച്വലി നമുക്കൊരു നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ജസ്റ്റ് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് റിയൽ നമ്പേഴ്സ്. അതിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്തുള്ള ആദ്യത്തെ തിയറമാണ് കേട്ടോ ഇത്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്താ പറയുന്നത്? എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഫാക്ടറൈസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് and this factorization is unique apart from the order in which the prime factors occur. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് നമുക്ക് അറിയണ്ടേ? എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് അറിയണം. അതറിഞ്ഞാലേ നമുക്ക് ഈ ഒരു തിയറം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നോക്കിക്കേ, എന്താണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈം നമ്പേഴ്സ് ഹാവ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. രണ്ട് ഫാക്ടേഴ്സ് മാത്രം വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് മാത്രമേ വരത്തുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ ഞാൻ 2 എടുക്കുകയാണ്. 2 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × 1 എന്ന് മാത്രമേ 2നെ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. 2 × 1 ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 2ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ആ സംഖ്യ, അതായത് 2ഉം പിന്നെ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് 1ഉം ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് 3നെ നമുക്ക് ഫാക്ടേഴ്സായിട്ട് എഴുതുമ്പോൾ 3 × 1 ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. 3 = 3 × 1. അപ്പോൾ ആ 3ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ സംഖ്യയും, അതായത് 3 എന്ന് പറയുന്ന നമ്പരും അതുപോലെ തന്നെ 1ഉമാണ്. അടുത്ത് 5 നമ്മൾ എഴുതുന്നു. 5നെ നമുക്ക് 1 × 5 എന്ന് മാത്രമേ എഴുതാനൊക്കത്തുള്ളൂ. അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം പിന്നെ എന്താണ് 5ഉം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അവയ്ക്ക് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അതേസമയം കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സ് ഉണ്ട്. ഈ പ്രൈം നമ്പേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് കാണും കോമ്പോസിറ്റ് നമ്പേഴ്സിന്. സേ ഫോർ എക്സാമ്പിൾ 4 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 2 × 2 എന്ന് എഴുതാമല്ലോ? അതുപോലെ ഇതിനെ നമുക്ക് 1 × 4 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ 1ൽ കൂടുതൽ ഫാക്ടേഴ്സ് ആയല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 6 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. 6 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 6 എന്ന് എഴുതിക്കൂടെ? അതുപോലെ തന്നെ 6 × 1 എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ? അപ്പോൾ 6ന് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? 6 ഉണ്ട്, 1 ഉണ്ട്,
3 ഉണ്ട്. അപ്പോൾ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ആയില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ നമ്മൾ എന്തെന്ന് പറയുന്നു? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഫണ്ടമെന്റൽ തിയറം എന്താണെന്ന് നോക്കാം. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്തിനെ എഴുതാം? എവറി കോമ്പോസിറ്റ് നമ്പേഴ്സിനെ എഴുതാം. ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക് അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഏതൊരു കോമ്പോസിറ്റ് നമ്പേഴ്സിനെയും പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് പ്രൈംസിന്റെ പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും എന്നാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, 4 നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈം ഫാക്ടറൈസേഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 4 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 2ൽ 2 2s are 4. പിന്നെ ഫർദർ പോകത്തില്ല. 2 × 2 എന്ന് എഴുതിക്കൂടെ 4നെ? 2 × 2 രണ്ട് പ്രൈംസിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ ആയിട്ടുള്ള 4നെ എഴുതിയേക്കുന്നത് ആണല്ലോ. ഓക്കെ, അടുത്തത് 6 നമുക്ക് ഇതുപോലെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2ൽ 3 ടൈംസ്, പിന്നെ അത് പോകത്തില്ല. 2 × 3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. 2 × 3 ഇതും എന്താടാ? ഇതും രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് 6 എന്ന് പറയുന്ന കോമ്പോസിറ്റ് നമ്പർ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി 8 നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 2ൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 4 2s are 8 ആണല്ലോ. അടുത്ത് 2ൽ വീണ്ടും 2 2s are 4. വീണ്ടും ഫർദർ പോകത്തില്ല. അപ്പോൾ 8 നമുക്ക് എങ്ങനെ എഴുതാം? 8 is equal to 2 × 2 × 2. വീണ്ടും പ്രൈംസിന്റെ പ്രോഡക്റ്റുകളായിട്ടാണ് കോമ്പോസിറ്റ് നമ്പർ ആയിട്ടുള്ള 8നെ എഴുതിയേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. എവറി കോമ്പോസിറ്റ് നമ്പർ, ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതാം. പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റുകളായിട്ട് എഴുതാൻ പറ്റും എന്നാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ തിയറം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമുക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിങ്ങനെയാണ്: കൺസിഡർ ദ നമ്പേഴ്സ് 4n where n is a natural number. Check whether there is any value of n for which 4n ends with the digit 0. അപ്പോൾ 4n എന്ന് പറയുന്ന ഒരു നമ്പർ കൺസിഡർ ചെയ്യുക. വേർ n ഈസ് എ നാച്ചുറൽ നമ്പേഴ്സ്. കൺസിഡർ ദ നമ്പേഴ്സ് ആണ്. 4n എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ നമ്പർ തന്നെ വരണം എന്ന് ഒരു നിർബന്ധമില്ല. 4n സപ്പോസ് n = 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4(1) കിട്ടും, ദാറ്റ് ഈസ് 4. n 2 കൊടുത്തേ, 2 കൊടുക്കുമ്പോൾ 4(2), ദാറ്റ് ഈസ് 4 × 4 16. ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കൺസിഡർ ദ നമ്പേഴ്സ്, നോട്ട് നമ്പർ, നമ്പേഴ്സ് 4n where n is a natural number. Check whether there is any value of n for which 4n ends with the digit 0. അപ്പോൾ നമ്മളിങ്ങനെ n ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് 4n വാല്യൂ കിട്ടും അല്ലേ. n 1 കൊടുത്തപ്പോൾ 4(1) കിട്ടി, n 2 കൊടുത്തപ്പോൾ 4(2) കിട്ടി. അടുത്ത് n നമുക്ക് 3 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 4³ കിട്ടും. 4³ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്ത് നോക്കാം. 16 × 4 ആണ്. 6 4s are 24, 2 ബാലൻസ് ആണ്. 1 4s are 4, 4 + 2 64 അല്ലേ. അപ്പോൾ 64 ഇങ്ങനെ പോവും അല്ലേ. ഇങ്ങനെ ഏതെങ്കിലും ഒരു n-ന്റെ വാല്യൂവിൽ നമ്മൾ എടുക്കുമ്പോൾ 4n എടുക്കുമ്പോൾ അതിനിപ്പോൾ ഒരു വാല്യൂ എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ XY എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടി, സച്ച് ദാറ്റ് ഈ എൻഡ് ചെയ്യുന്ന y എന്ന് പറയുന്നത് 0 ആകണം. ഓക്കെ, ഏതോ ഒരു n-ന്റെ വാല്യൂവിൽ നമ്മൾ 4n എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ, എൻഡ് ചെയ്യുന്ന വാല്യൂ, അതായത് 1's പൊസിഷനിൽ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെ കിട്ടുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതെങ്കിലും ഒരു n-ൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 4n എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് 0 ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് എങ്ങനെ കണ്ടെത്താം? നോക്കിക്കേ, ഇഫ് ദ നമ്പർ 4n for any n where to end with digit 0, എഴുതി തരാം, ടീച്ചർ എഴുതി തരാവേ. ഇഫ് ദ നമ്പർ 4n for
any n, for any n where 2 end with digit 0, then it would be divisible by 5. Divisible by 5. Divisible by 5. അതായത് if the number 4 raised to n, for any n, ഏത് n ആയിക്കോട്ടെ, അത് end with digit 0, 0യിൽ end ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് it would be divisible by 5. 5 കൊണ്ട് divisible ചെയ്യും എന്നാണ് പറയുന്നത്. 5 കൊണ്ട് നമുക്ക് divisible ചെയ്യും. ഇപ്പോൾ say for example, ഇപ്പം ഞാൻ 40 എടുത്തു എന്ന് വിചാരിക്കുക. 40 എന്ന് പറയുന്ന സംഖ്യ end with 0 ആണ്, ആണല്ലോ 0. അപ്പോൾ എന്തായാലും divisible by 5 അല്ലേ? ആണല്ലോ. 30 എടുത്തു, 30 end with 0 ആണ്, divisible by 5 അല്ലേ? ആണല്ലോ. അപ്പോൾ 0യിലെ divisible by 5. 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ ആണ് കേട്ടോ. പ്രൈം നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണ് ഇവിടെ. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 5, 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ഇഫ് ദ നമ്പർ 4 raised to n for any n were to end with digit 0, then it would be divisible by 5. അതായത് that is, അതിൻ്റെ മീനിങ് എന്താ? The prime factorization of 4 raised to n would contain prime 5. അതായത് 4 raised to n നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന പ്രൈം ഫാക്ടേഴ്സിനകത്ത് 5 ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഏതോ ഒരു പർട്ടിക്കുലർ എന്നിൽ നമുക്ക് എന്ത് കിട്ടും? 4 raised to n ചെയ്യുമ്പോൾ 0 എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ കിട്ടും അല്ലേ? ഇല്ല എന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. ഓക്കെ, ഇനി നമുക്ക് 4 raised to n ഫാക്ടറൈസ് ചെയ്യാം. 4 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 4 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 4 2 2s are 4 ആണ്. അതായത് 4 equal to 2 സ്ക്വയർ എന്നേ വരത്തുള്ളൂ. 2 into 2 എന്നേ വരത്തുള്ളൂ. അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സിനകത്ത് എവിടെയെങ്കിലും 5 ഉണ്ടോ? ഇല്ല. ഓക്കെ, 5 ഉണ്ടെങ്കിലേ നമുക്ക് 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ 2 ആണുള്ളത്, പ്രൈം ഫാക്ടേഴ്സിനകത്ത് 2 ആണുള്ളത്. 2 ഉള്ളതുകൊണ്ട് 2 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വേറെ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ? അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, this is not possible. പോസിബിൾ ആണോ? അല്ല, പോസിബിൾ. ബിക്കോസ് എന്തുകൊണ്ടാ? ബിക്കോസ് 4 raised to n ന്റെ പ്രൈം ഫാക്ടേഴ്സ് 2 മാത്രമേ വരത്തുള്ളൂ. 4 raised to n നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ ഹോൾ raised to n എന്ന് എഴുതിക്കൂടെ? 4 എന്താ? 2 into 2, that is 2 സ്ക്വയർ. അതിനങ്ങനെ എഴുതി. ആ raised to n ഞാൻ പുറത്തെഴുതി. So the only prime factorization of 4 raised to n is 2. 2 മാത്രമേ ഉള്ളൂ. So there is no natural number. So there is no natural number n for which 4 raised to n ends with the digit 0. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കിവിടെ പ്രൈം ഫാക്ടേഴ്സിനകത്ത് പ്രൈം ഫാക്ടറായിട്ട് 2 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 ഉള്ളിടത്ത് 2 മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ്? there is no n exists such that 4 raised to n ends with the digit 0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് 6 and 20 ബൈ ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ LCMഉം HCFഉം ആണ് ചോദിച്ചേക്കുന്നത്.
പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് 6ൻ്റെയും 20ൻ്റെയും LCMവും HCFും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ എന്താണ് LCM, എന്താണ് HCF എന്ന് നമുക്ക് നോക്കാം. എന്താണ് HCF? HCF എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ് ആണ് HCF. എന്താണ് പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടേഴ്സ് ചെയ്യുമ്പോൾ മനസ്സിലാവേ. നമുക്ക് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ അങ്ങ് ചെയ്യാം. 6ഉം 20യും ഉണ്ട്. ഓക്കെ, നമുക്ക് 6 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 6നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3യിൽ നമുക്ക് പോകാം അല്ലേ? 3 2s are 6. ഇനി ഫർദർ പോകത്തില്ല. അപ്പോൾ 6 നമുക്ക് എങ്ങനെ എഴുതാം? 6 ക്യാൻ ബി റിട്ടൺ ആസ് 3^1 into 2^1 എഴുതാമല്ലോ. 3^1 3, 2^1 again 2. അടുത്ത നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. 20 നമുക്ക് 2ൽ ഫാക്ടറൈസ് ചെയ്യാം. 2ൽ 10 ടൈംസ് ആണ് 2, അഗെയിൻ 2ൽ 5 ടൈംസ്. ഇനി പോകത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 20 ക്യാൻ ബി റിട്ടൺ ആസ് 2 into 2, ദാറ്റ് ഈസ് 2 സ്ക്വയർ into 5. ഇങ്ങനെ എഴുതിക്കൂടെ? എഴുതാമല്ലോ. അപ്പോൾ ടീച്ചർ അതിനെ ഇങ്ങോട്ടേക്ക് എഴുതുവാണേ. 6 ക്യാൻ ബി റിട്ടൺ ആസ് 3^1 into 2^1 and 20 can be written as 2 square into 5^1. ഇനി നോക്കിക്കേ, എന്താണ് HCF? പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ HCF എന്ന് പറയുന്നത് എന്താണ്? കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. 6ലും 20ലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടറാണ് 2 ആണല്ലോ. അതിൽ സ്മോളസ്റ്റ് പവർ എടുക്കുക. സ്മോളസ്റ്റ് പവർ എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. പവേഴ്സ് നോക്കിക്കേ, 20ൽ 2 സ്ക്വയർ, 6ൽ 2^1. അപ്പോൾ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് പവർ ഉള്ളത് ഏതാ? 2^1. അപ്പോൾ അതാണ് എന്ത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ, 2. അപ്പോൾ 2 നമുക്ക് കിട്ടി. അപ്പോൾ HCF എത്രയാണ്? 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി അടുത്ത് നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? LCM. LCM എന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. LCM എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പർ. അതായത് LCM നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്തുള്ള ഓരോ പ്രൈം ഫാക്ടേഴ്സിൻ്റെയും ഗ്രേറ്റസ്റ്റ് പവറിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ പവേഴ്സ് ഉണ്ട് ആക്ച്വലി? ഓക്കെ, നോക്കാം. അപ്പോൾ ഏതൊക്കെ പവേഴ്സ് ഉണ്ട് നോക്കിക്കേ. അപ്പോൾ 6 is equal to നമുക്ക് എങ്ങനെയുണ്ട്? 6 is equal to 3^1 into 2^1 and 20 എന്താണ്? 2 square into 5^1. ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടേഴ്സ്. ഈച്ച് പ്രൈം ഫാക്ടേഴ്സിന്റെ ഗ്രേറ്റസ്റ്റ് പവറിന്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 3 ഉണ്ടല്ലേ. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രേറ്റസ്റ്റ് പവർ ഇവിടെ ഇപ്പോൾ 3^1 മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല. ഇൻറ്റു അടുത്ത് 2യും ഇവിടെ 2^1 ഉണ്ട്, ഇവിടെ 2 സ്ക്വയർ ഉണ്ട്. ഇതിൽ ഗ്രേറ്റസ്റ്റ് പവർ ഏതാ? 2 സ്ക്വയർ ഇൻറ്റു പിന്നെ ഉള്ളത് 5 മാത്രമേ ഉള്ളൂ. അത് മാത്രമായതുകൊണ്ട് അതുകൊണ്ട് എഴുതാം 5^1. അന്നേരം എത്ര കിട്ടും? 3 into 2 square 4 into 5. 3 into 4 12. 12 into 5 60 ആണ്. 12 into 5 എത്രയാണ്? 60 ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. 12 into 5, 5 2s are 10, 1 balance, 1 into 5 5, 5 plus 1 6, 60. അപ്പോൾ എത്ര കിട്ടി? 60 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് LCM എത്ര കിട്ടിയത്? LCM എന്ന് പറയുന്നത് 60 എന്ന് പറഞ്ഞിട്ട് കിട്ടി. HCF എത്രയാണ്? 2 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇതൊരു സ്റ്റാർ ക്വസ്റ്റനാ, പഠിച്ചു വെച്ചോ കേട്ടോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഫൈൻഡ് HCF ആൻഡ് LCM ഓഫ് 6, 72 and 120 using the prime factorization method. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴിയാണ് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, LCMവും HCFും. വേഗം ബുക്ക് എടുത്തൊന്ന് ചെയ്ത് നിങ്ങൾ അത് നമുക്ക് 6ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 6 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പോവുകയാണെ. ഞാൻ 2 ഇന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് തുടങ്ങുവാണ്. നമുക്കറിയാം 3 2s are
6 അതവിടെ കഴിഞ്ഞു. പിന്നെ ഇനി ഫർദർ പോകത്തില്ല. ഇനി അടുത്ത 72 നമുക്ക് വീണ്ടും 2 ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2 3 2s are 6 അല്ലേ, ഇവിടെ ഇപ്പോൾ 7 ആണുള്ളത്. അപ്പോൾ 1 റിമൈൻഡർ, ആ 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 12, 6 2s are 12 ആണല്ലോ. അടുത്ത അഗെയിൻ വീണ്ടും 2 1 2s are 2, 1 റിമൈൻഡർ, 6ൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 16, 8 2s are 16. അടുത്ത് വീണ്ടും 2ൽ വീണ്ടും 9 2s are 18, വീണ്ടും 3ൽ പോകും 3 3s are 9 കഴിഞ്ഞു. അടുത്ത് 120 നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിപ്പോൾ 0 ആയതുകൊണ്ട് ഞാനിവിടെ 5 ഇട്ട് കൊടുക്കുവാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2ൽ നിന്ന് തന്നെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. എളുപ്പത്തിന് ഞാൻ 5ൽ നിന്ന് തുടങ്ങുവാണ് കേട്ടോ. 5ലാവുമ്പോഴത്തേക്കും എത്ര വരും? 2 5s are 10, 2 റിമൈൻഡർ ഉണ്ട്, 2ഉം 0ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 20 അല്ലേ, 20. അടുത്ത് 4 5s are 20. അടുത്ത് വീണ്ടും 2ൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. 2ൽ 1 2s are 2, 2 2s are 4 ആണല്ലോ. അഗെയിൻ 2 6 2s are 12, അഗെയിൻ 2 3 2s are 6 കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 6 can be written as 2 raised to 1 into 3 raised to 1. അടുത്ത് 72 നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 2, അതായത് 2 ക്യൂബ് into 3 into 3, 3 സ്ക്വയർ. അടുത്തത് 120 നമുക്ക് എങ്ങനെ എഴുതാം? 5 ഒരു തവണയേ ഉള്ളൂ. സോ 5 raised to 1 into 2 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. 2 ക്യൂബ് into 3 raised to 1 ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? LCM വേണം അല്ലേ. സോ വി ഹാവ് LCM is equal to എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ LCM എന്ന് പറയുന്നത് എന്താ? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. എന്താണ് LCM? പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. അതായത് ഇതിനകത്തുള്ള എല്ലാ പ്രൈം ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഗ്രേറ്റസ്റ്റ് പവറിന്റെ പ്രോഡക്റ്റ് ആണ് LCM എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 ഉണ്ടല്ലേ, അപ്പൊ 2 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ വരുന്നത്? ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും 2 ക്യൂബ് അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 ക്യൂബ് ഇൻറ്റു പിന്നെ 3 ഉണ്ട്. 3ന്റെ കേസ് വരുമ്പോഴത്തേക്ക് ഇവിടെ 3 raised to 1, ഇവിടെ 3 സ്ക്വയർ, ഇവിടെ 3 raised to 1. അപ്പോൾ 3 സ്ക്വയർ. അടുത്തത് എന്താ? 5 raised to എന്താണ്? 5 raised to 1, 5 raised to 1 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 2 ക്യൂബ് 8, 3 സ്ക്വയർ 9, 5 raised to 1 5 അല്ലേ. 8 5s are 40, 40 into 9 അപ്പോൾ എത്ര കിട്ടും? 9 into 0 0, 4 9s are 36, 360 ആണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കിട്ടി LCM? 360. ഇനി നമുക്ക് എന്താ വേണ്ടത്? HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ HCF വളരെ എളുപ്പമാണ്. എങ്ങനെ കണ്ടുപിടിക്കാം HCF? ഓക്കെ, ഈ 6ലും 72ലും 120ലും വരുന്ന കോമൺ ആയിട്ടുള്ള ഫാക്ടർ നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് 2ഉം 3ഉം ആണ്. അപ്പോൾ 2 എഴുതി, 3ഉം എഴുതി. 2 into 3. ഇനി അതിന്റെ പവേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ ലീസ്റ്റ് പവേഴ്സ് ആണ് എടുക്കാനായിട്ട്. ഇവിടെ 2 raised to 1, 2 ക്യൂബ് 2 ക്യൂബ്. ലീസ്റ്റ് പവർ എന്ന് പറയുമ്പോൾ 2 raised to 1. ഇനി 3 ഉണ്ടോ അല്ലേ കോമൺ ആയിട്ട്? ഇവ മൂന്നിലും, ഈ 3 സംഖ്യകളിലും 3 കോമൺ ഉണ്ട്. അതിന്റെ പവേഴ്സ് ലീസ്റ്റ് പവർ വരുന്നത് 3 raised to 1. അപ്പൊ എത്ര കിട്ടി? 2 raised to 1 into 3 raised to 1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ആണ്. അപ്പോൾ HCFന്റെ വാല്യൂ 6. LCM എത്ര കിട്ടി നമുക്ക്? 360 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ എക്സാമ്പിൾ 4 ആണ് ഇപ്പൊ ചെയ്തത്. നമുക്ക് എക്സാമ്പിൾ 3 വിട്ടുപോയിട്ടുണ്ട്, അത് നമുക്ക് ഇപ്പൊ ചെയ്യാം കേട്ടോ. അടുത്ത ദിവസം നോക്കിക്കേ. Find the HCF of 96 and 404 by the prime factorization method. Hence find their LCM. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 3 ആണ് കേട്ടോ. ടീച്ചർ ആദ്യം എക്സാമ്പിൾ 4 ആണ് ചെയ്തത്, എന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ 3 ചെയ്യുന്നത്. ഓർത്തോണേ, ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 3 ആണ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? Find the HCF of 96 and 404 by the prime factorization method. Hence find their LCM. HCF കണ്ടെത്തുക. 96ന്റെ 404ന്റെയും HCF കണ്ടെത്തുക യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. എന്നിട്ട് അതിന് LCM കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൈം ഫാക്ടറൈസേഷനിലോട്ട് പോകാം. 96
3 times 3 ൽ 3 3s are 9, 2 3s are 6. Again 2 ൽ 1 2s are 2, remainder 3 ൽ 2 പോകുമ്പോൾ റിമൈൻഡർ 1, 1ഉം 2ഉം കമ്പൈൻ ചെയ്യുമ്പോൾ 12, 6 2s are 12. Again 2 ൽ 8 2s are 16, again 2 ൽ 4 2s are 8, again 2 ൽ 2 2s are 4. കഴിഞ്ഞു. ഇനി ഫർദർ പോകത്തില്ല. അപ്പോൾ അടുത്ത 404 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 2s are 4 0, 2 2s are 4. again 2 ൽ 1 0 1 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. വീണ്ടും പോകത്തില്ല. നമുക്ക് എങ്ങനെ എഴുതാം 96നെ? 96 നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to 1 into ഇവിടെ 2 എത്ര ടൈംസ് ഉണ്ട്? 2 1 2 3 4 5. അപ്പോൾ 2 raised to 5. അടുത്ത 404നെ എങ്ങനെ എഴുതാം? 2 square into 101 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി എന്താ ചോദിച്ചേക്കുന്നത്? HCF അല്ലേ? HCF എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക, കോമൺ ഫാക്ടേഴ്സ് എടുക്കുക. കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഇവിടെ കിടപ്പുണ്ട് 2. അതിൽ മിനിമം പവർ വരുന്നതാണ് അതിൻ്റെ HCF എന്ന് പറയുന്നത്. മിനിമം പവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 2 സ്ക്വയർ ആണോ വലുത്, 2 raised to 5 ആണോ വലുത്? 2 raised to 5 വലുതാണ്. അപ്പോൾ ചെറുത് 2 സ്ക്വയർ. അപ്പോൾ HCF എന്ന് പറയുമ്പോൾ മിനിമം പവർ ആണ്, മിനിമം പവർ ഓഫ് ദ കോമൺ പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ എത്ര കിട്ടി? HCF is equal to 2 square, that is 4. ഇനി കഴിഞ്ഞിട്ടില്ല, അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഫൈൻഡ് ദെയർ LCM. LCM കാൽക്കുലേറ്റ് ചെയ്യാനും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ LCM നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് ഈസ് LCM? അത് HCFും LCMും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. HCF into LCM which is equal to product of numbers. Product of given numbers. Product of numbers ആണ് തന്നിരിക്കുന്ന ആ നമ്പേഴ്സ് ഇല്ലേ അവയുടെ പ്രോഡക്റ്റ്. HCF നമുക്കിപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. ഇൻറ്റു LCM വിച്ച് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. നമ്മുടെ നമ്പേഴ്സ് 96ഉം 404ഉം ആണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 404 ഇൻറ്റു 96. 6 4s are 24. ഇവിടെ 0 ആയതുകൊണ്ട് 2 ഇട്ട് കൊടുക്കുക. 6 4s are again 24. 9 4s are 36. ഇവിടെ 3 ബാലൻസ് ആണ്. അപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് 3 ഇവിടെ ഇട്ട് കൊടുക്കുക. 9 4s are again 36. ആഡ് ചെയ്തേ 4, 6 plus 2 8, 4 plus 3 7, 6 plus 2 8 3. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ പ്രോഡക്റ്റ് ഒന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വെട്ടിച്ച് ചെയ്താലും മതി. 38784, ദാറ്റ് ഈസ് 4 ഇൻറ്റു LCM. അവിടെ നിന്ന് LCM is equal to 38784 divided by 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഇതിനൊന്ന് വെട്ടിച്ച് ചെയ്താലോ? 38784 divided by 4. 1 4s are 4. അടുത്തിവിടെ വെട്ടുമ്പോൾ 38 ഉണ്ട്. 9 times 9 4s are 36 അല്ലേ? റിമൈൻഡർ 2. 2ഉം 7ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 27. 6 4s are 24. ബാക്കി റിമൈൻഡർ 3 വരും. 38. അഗെയിൻ 9 4s are 36. 38 ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 36 കഴിഞ്ഞ് 38 36 പോകുമ്പോൾ 2 ആണ് വരുന്നത്. അപ്പോൾ 2ഉം 4ഉം ആകുമ്പോൾ 24 എത്ര ടൈംസ് ആ? 3 ടൈംസ്. *24 6 ടൈംസ് അല്ലേ? ഞാൻ 3 എന്നാണ് പറഞ്ഞത്, 6 ടൈംസ്. ഓക്കെ, അന്നേരം നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 9696. ഇതാണ് LCM എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ LCM കിട്ടി, അതുപോലെ HCFും കിട്ടി. HCF എത്രയാണ്? HCF 4 ആണ്. LCM എന്ന് പറയുന്നത് എത്രയാ? 9696. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി ചോദിക്കുക. ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.